എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള ചാരിറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസം 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Swords, Four of Cups energy, Temperance, Five of Pentacles, so Eight of Pentacles energy, your strong message. Three Wheel of Fortune energy connections ആണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാനസികമായിട്ടൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്ന സമയമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് മാനസികമായിട്ട് തൃപ്തി തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്നത്, പ്രാർത്ഥന, പള്ളികളിൽ പോകുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ, ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനോ മറ്റൊക്കെ നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനം തരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ളത്. അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല എങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവുമെങ്കിൽ ഹോബി, അല്ലെങ്കിൽ ഈ ഹോബി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു മാസം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സാമ്പത്തികമായിട്ട് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോവോ, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് നിങ്ങളെ പാമ്പർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുക. സെൽഫ് കെയർ, സെൽഫ് ലവ് ചെയ്യുക. കാരണം അതൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് തരും. കാരണം ഈ ഒരു മാസം പൊതുവെ ഒരു നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സിറ്റുവേഷൻസ് നെഗറ്റീവ് ആവാം, പക്ഷെ നിങ്ങൾ ടോട്ടലി നെഗറ്റീവ് ആയി പോകരുത്. കാരണം ഫസ്റ്റ് 3 of Swords എനർജിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലും ബ്രേക്കപ്പോ ഡിവോഴ്സോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി മാറി ദൂരെ പോയതായിരിക്കും. വളരെ അടുപ്പമുള്ള സുഹൃത്ത് ചിലപ്പോൾ ദൂരദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ലോകം വിട്ട് തന്നെ പോയിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒത്തിരി ബാധിച്ചിട്ടുള്ളവരാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയം ആക്റ്റീവായിട്ടിരിക്കുക. സോഷ്യലി പ്രത്യേകിച്ച് നിങ്ങൾ അതായത് ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തി അല്ല എങ്കിൽ സോഷ്യലി വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. മറ്റുള്ളവർ കൂടുതൽ സംസാരിക്കുക, സൗഹൃദങ്ങൾ, പാർട്ടീസ് പോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൽ പോവുക. അതല്ല എങ്കിൽ എന്തായാലും നിങ്ങളെ സന്തോഷവാനോ സന്തോഷവതിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഗാർഡനിങ്ങോ, ഇനി ചില ആൾ കുക്കിംഗ് ആയിരിക്കും, ചില ആൾ സ്പോർട്സ് ആയിരിക്കും, ആർട്സ് ആയിരിക്കും, അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ സ്നേഹിക്കുകയും ലാളിക്കുകയും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെയാണ് ഈ ഒരു മാസം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്ന കൊച്ചു കൊച്ചു ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പെട്ടുപോയാൽ ഒരു ഡിപ്രഷനും ആങ്സൈറ്റി ആയിരിക്കും. കാരണം ഇവിടെ നിങ്ങൾ കുറച്ചൊരു ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് പല കാര്യങ്ങൾ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ആ ഒരു രീതിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കാകുമ്പോൾ എന്തുകൊണ്ടും നമ്മളെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ഫീലിംഗ് ആണ് വരും. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് സങ്കടങ്ങളായിരിക്കാം. കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിൽ നിന്ന് കളയാതെ അങ്ങനെ ആവേണ്ടതായിരുന്നു, അത് അങ്ങനെ ആയി, അത് കഴിഞ്ഞു പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തെറ്റൊക്കെ തിരുത്താൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തിരുത്താം. അതല്ല എങ്കിൽ പിന്നെ അതിനെ ആലോചിച്ച് കാര്യമില്ല. ഇനി ലോകത്തിലെ എല്ലാവരുടെയും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുകയും ഇനി മുന്നോട്ടേക്കുള്ള ലൈഫിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ജീവിതം മുന്നോട്ടേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കാരണം ആ തെറ്റിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രത്യേക വ്യക്തിയോടോ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോടോ മാപ്പ് പറയുക. ആ ഒരു പ്രപഞ്ചശക്തിയോട് മാപ്പ് പറയുക. നിങ്ങളുടെ പശ്ചാത്താപം അവിടെ പൂർത്തിയാകുന്നു. അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ആ ഒരു എനർജിയാണ്. ടൈം എടുത്ത് നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് പോസിറ്റിവിറ്റിയിലാണ്, നെഗറ്റിവിറ്റി അല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ആ ഒരു ചേഞ്ച്, ആ ഒരു ബി ഓപ്പൺ, ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവാം. ആ ഒരു മാറ്റത്തിന് നിങ്ങൾ റെഡിയാകുന്നില്ല എങ്കിൽ
ലൈഫ് നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുക. ടെമ്പറൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്. ബാലൻസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുക. കാരണം ഇവിടെ ഒരു നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ട് ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജോലിയിൽ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനം കൊണ്ട് ജോലി രാജിവെച്ചാലോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അതിനൊന്നും പറ്റിയ സമയമല്ല ഇപ്പോൾ നിങ്ങൾ ലൈഫ് ബാലൻസ് ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ ജോലിയിൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക, മെച്യൂറായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്ന ആരെങ്കിലും നിങ്ങളെ പ്രൊവോക്ക് ചെയ്താൽ റിയാക്ട് ചെയ്യരുത്. മറിച്ച് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല ഇത്. മറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് ആലോചിച്ച് അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസോ മാറ്റങ്ങളൊന്നും ചെയ്യാതെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ചെയ്യാം. വലിയ അതായത് ജോലി പെട്ടെന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ തീരുമാനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മുന്നോട്ടേക്ക് ലോങ് ടേമിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയ സമയമല്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങളെന്ന് വരുത്തുമ്പോൾ അത് പല വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തുന്നു, ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ പതുക്കെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നുണ്ടാവാം. എക്സസൈസ് അല്ലെങ്കിൽ ചില ഡയറ്റ്, പ്രത്യേക ഡയറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ബാലൻസ് ചെയ്യാം. പിന്നെ ലൈഫ് ചില സംഘർഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ആ സംഘർഷത്തിൻ്റെ പേരിൽ പെട്ടെന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. പേഴ്സണൽ ലൈഫിലാണെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഡിവോഴ്സോ സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകാതിരിക്കുക. 5 of Cups എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പം ചെറിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സമയം മാത്രമാണെന്ന് മനസ്സിലാക്കി ഈ ഒരു മാസം. അപ്പോൾ മുന്നോട്ടേക്ക് വരുമ്പോൾ പ്രതിസന്ധികളൊക്കെ മാറുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് ഒരാളോട് സഹായം ചോദിക്കാൻ മടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകളോട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ. കാരണം അല്ലാതെ ഓവറായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. 8 of Cups എനർജി കണക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ വിട്ടുപോയിട്ടുള്ള ചില ബന്ധങ്ങൾ, ഇനി ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ മാസം പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മലയാള മാസം 1-ാം തീയതി ഉണ്ടാവും. അതിന് തൊട്ട് മുമ്പ് തലേദിവസം വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഡീക്ലട്ടറിങ് ചെയ്യാം. അതായത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചില നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് നോക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വേണ്ടാത്തതൊക്കെ എടുത്ത് മാറ്റാം. പിന്നെ വേണ്ടാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കാത്തതുണ്ട്, പിന്നെ നിങ്ങളത് എടുത്തു വയ്ക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയാനുള്ളത് കളയുക, അത് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയാവുന്നതാണ്. വേണ്ടാത്തത് ജീവിതത്തെ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇത് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്ന സ്ത്രീകളുണ്ടാവും, കൂടുതൽ സമയം നെഗറ്റീവ് ചിന്തയിലേക്ക് പോകുന്ന ആളുകൾ. അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകിച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം അവസാനിക്കുന്നത് പക്ഷേ സന്തോഷ വാർത്തയോട് കൂടിയിട്ടാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രതിസന്ധികൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗുഡ് ന്യൂസ് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ജോലിയിലേക്ക് പോകാനുള്ള അവസരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു മാസം അവസാനത്തിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വരുന്ന മാസത്തിലേക്ക് നിങ്ങൾക്ക് ജോലി കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൈൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും അടുത്ത മാസത്തിലേക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.